സിംപ്ലിസിറ്റി CM വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ പ്രഖ്യാപിച്ചു, എനിക്ക് 40 വണ്ടിയുടെ കോൺവോയ് ഒന്നും വേണ്ട, 2 വണ്ടി മതി, ട്രാഫിക് തടയരുത്. കണ്ടോടാ വിപ്ലവം? ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പണ്ട് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ഇപ്പോഴത്തെ മാസ്. ഉണ്ടോ? ഉണ്ടല്ലോ. ഇതൊരു പുതിയ സംഭവമേ അല്ല. വായോ, നമുക്കൊന്ന് കുറച്ച് വർഷം പിറകിലോട്ട് റീവൈൻഡ് അടിക്കാം. 2016 ജൂൺ 24 ഡെക്കാൻ ക്രോണിക്കിളിലെ വാർത്ത നോക്കാം. പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടൻ എടുത്ത ഔദ്യോഗിക തീരുമാനമാണിത്. മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഉമ്മൻചാണ്ടിയിൽ നിന്നും വ്യത്യസ്തമായി, മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി മുതൽ ഒരു എസ്കോർട്ട് വാഹനം മാത്രമുള്ള കുറഞ്ഞ സുരക്ഷാ സംവിധാനമായിരിക്കും ഉണ്ടാവുക. മന്ത്രിമാർ ആർക്കും തന്നെ യാത്രകളിൽ പൈലറ്റ്, എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടാകില്ല. പകരം ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്, അതായത് ഗൺമാൻ മാത്രമേ ഒപ്പമുണ്ടാകൂ. അന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സോളാർ, ബാർക്കോഴ വിവാദങ്ങൾ കാരണം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉയർന്ന സുരക്ഷ നൽകേണ്ടി വന്നിരുന്നു. പക്ഷെ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അധികാരമേറ്റ ഉടൻ തന്നെ കൃത്യമായ സുരക്ഷാ ഭീഷണികളുള്ള സാഹചര്യങ്ങളിലൊഴികെ തനിക്കോ മറ്റ് മന്ത്രിമാർക്കോ വേണ്ടി പൈലറ്റ് വാഹനങ്ങൾ സൈറൻ മുഴക്കി പോകുന്നതടക്കമുള്ള അനാവശ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകരുതെന്ന് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ പറഞ്ഞതുപോലെയാണ് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS സംഘപരിവാർ വധഭീഷണികളും പ്രതിപക്ഷത്തിന്റെ അക്രമാസക്തമായ സമരങ്ങളും ഉണ്ടായപ്പോൾ ഇന്റലിജൻസ് നിർദ്ദേശപ്രകാരം സുരക്ഷ വർദ്ധിപ്പിച്ചത്. അത് പിണറായി വിജയൻ ആഡംബരം കാണിക്കാൻ വേണ്ടി ചോദിച്ചു വാങ്ങിയതല്ല, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുന്ന സുരക്ഷയാണത്. പിന്നെ വേറൊരു കാര്യം, കോൺവോയ് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ? ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ മുഖ്യമന്ത്രിമാരുടെ ഒപ്പം പോകുന്ന വണ്ടികളുടെ എണ്ണം തീരുമാനിക്കുന്നത് അവരാരും തന്നെ വീട്ടിലിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല, സ്റ്റേറ്റ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസികളാണ്. ഭീഷണി കൂടുമ്പോൾ സുരക്ഷ കൂടും, Z+ കാറ്റഗറി ഒക്കെ വരും. ഇനി സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയായല്ലോ. ഇന്നത്തെ മനോരമ എടുത്തു നോക്കൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 6 മുതൽ 8 വരെ വാഹനങ്ങളിലാണ് യാത്ര ചെയ്തിരുന്നതെന്ന്. എത്ര പെട്ടെന്നാണ് 40 6 മാറിയത്. അപ്പോഴും ഒരു ഉൾപ്പില്ലാതെ 40 എന്ന് പറയുന്ന മറ്റു മാധ്യമ പ്രവർത്തകരുണ്ട്. ഇനി ഈ പറയുന്ന അതേ സതീശൻ ജിയുടെ പഴയൊരു കഥ പറയാം. 2024 ജൂലൈ 6 പുലർച്ചെ 5:30 കാസർഗോഡ് ബേക്കലിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. വണ്ടികളോ ആളുകളോ ഒന്നുമില്ലാത്ത ആ വെളുപ്പാങ്കാലത്ത് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുന്നിൽ പോലീസ് പൈലറ്റ് വണ്ടി ഉണ്ടായിരുന്നു. ആ പൈലറ്റ് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴാണ് സതീശന്റെ കാർ അതിലിടിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പുലർച്ചെ പോലും പൈലറ്റ് വണ്ടിയില്ലാതെ പുറത്തിറങ്ങാതിരുന്ന ആളാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സിംപ്ലിസിറ്റി നാടകം കളിക്കുന്നത്. അയ്യോ, ഞാനിപ്പോൾ 30-40 വണ്ടികളുമായി പോയാൽ അത് നോക്കി ആളുകൾ ചിരിക്കില്ല എന്നൊക്കെ പറയുന്നത് വീണ്ടും കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെ. പിന്നെ റീൽസ് കണ്ട് പുളകം കൊള്ളുന്ന ജെൻസി പിള്ളേരെ പറ്റിക്കാൻ മാത്രമേ ഈ സിംപ്ലിസിറ്റി ക്യാമ്പയിന് സാധിക്കൂ എന്നൊന്നും പറഞ്ഞ് സമാധാനിക്കാനും കഴിയില്ല. നമ്മളെക്കാൾ മുന്നേ മാധ്യമ പ്രവർത്തനം തുടങ്ങിയവർ പോലും ഇന്ന് ഈ റീൽസുകളിലെ പുളകം കൊള്ളുന്ന വാക്കുകളും പിണറായി വിരുദ്ധ നുണപ്രചാരണങ്ങളുമാണ് ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ വന്നിരുന്ന് ഒരു കൂസലും ഇല്ലാതെ പറയുന്നത്.